എന്റെ ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ എല്ലാവരും നോർമലി ചോദിക്കുന്നതാണ്. പക്ഷെ നമുക്കൊരു സൂപ്പർ പവർ കിട്ടി നമ്മൾ ഇന്ന ആളെ പോലെ ആകും, അല്ലെങ്കിൽ ഇന്ന സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഇന്ന സൂപ്പർ ഹീറോയിനെ പോലെ ആവും എന്ന് വിചാരിക്കുവാണെങ്കിൽ ആരെ പോലെ ആകും എന്നാണ് എന്റെ ചോദ്യം. വിധിച്ചാൻ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ ഉണ്ടോ? ആരോ? ഹൾക്ക്. ഓ മൈ ഗോഡ്, പച്ചയായ മനുഷ്യൻ. അതിശയനല്ലേ ഉദ്ദേശിച്ചത്? ഏറെക്കുറെ ഹൾക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഒരാളെ ഇടിക്കാനൊക്കെ തോന്നും അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു നിഴല് പോലെ പോകുന്നുണ്ട്. ഹൾക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹൾക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ അത് ഒരു മനുഷ്യനായിട്ടും ജീവിക്കാം, എന്നാ ഇത് വരാൻ നേരത്ത് ഫുൾ എന്ത് വെടിയുണ്ട എന്ത് സംഭവിച്ചാലും ഒറ്റ ഇടി മതി തീർക്കും. ചേട്ടനോ? സ്പൈഡർമാൻ വല വീശെന്നുള്ളതല്ലേ. ഇപ്പൊ നമുക്ക് എത്ര ഹൈറ്റിൽ വേണേലും അങ്ങോട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി പോവാം. പിന്നെ കോസ്റ്റ്യൂമിന് കാശ് ഇതാക്കണ്ട. ഒരൊറ്റ സംഗതി ഉണ്ട്. എന്തോ ഒരു നിഴല് പോലെ വീണ്ടും പോയി ഇങ്ങോട്ട് ഓടി. ഇപ്പൊ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഇവരുടെ ഒക്കെ കാര്യം പറയുമ്പോ ഇവരെങ്ങനെ വരുന്നുണ്ടോ? പണ്ടൊരിക്കൽ നമ്മൾ അങ്ങനെ ഹൊററിന്റെ കാര്യം പറഞ്ഞപ്പോ പരിചയം പറഞ്ഞു, കുഴപ്പമില്ല അവിടെ. അല്ല, അതായത് ഈ എന്താ പറയുന്നത്, എത്ര ഉയരത്തിലേക്കും പോകാൻ പറ്റും, ചാടി മറിയാൻ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ വേണേ രക്ഷിക്കാം. ഒരുപാട് സാധ്യതകളുള്ളൊരു ക്യാരക്ടറാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ രണ്ടുപേരും മനുഷ്യന്മാരായിട്ട് ജീവിക്കാനും പറ്റും, അല്ലാണ്ട് സൂപ്പർ പവേഴ്സും ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സൂപ്പർമാൻ, വണ്ടർ വുമൻ ആ ഒരു കാറ്റഗറി പെടുന്നായിരുന്നു. എന്റെ ഫോണ്, എന്റെ ഷർട്ട്, എന്റെ വാൾപേപ്പർ, അങ്ങനെ എല്ലാം സൂപ്പർമാൻ. സൂപ്പർമാനും ഉണ്ട്, സൂപ്പർ വുമനും ഉണ്ട്. ഭയങ്കര ഹലോ മിസ്റ്റേഴ്സ്, ഹലോ നിക്കു. നിങ്ങൾ ആരൊക്കെയായി സംഭവിക്കുന്നത്? മര്യാദക്കല്ലെങ്കിൽ പസ്മാക്കളെ ഇറങ്ങിപ്പോടുന്നത്. ഇവിടെ കാര്യം നടക്കുമ്പോ ചേട്ടാ എന്തോ പറ്റി? പൊരിഞ്ഞു പോരും. അതെ, നിങ്ങൾ കുറച്ചു നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ഈ വിഷയമൊക്കെ, നിങ്ങൾ ആരാണ്, എന്താണ് സംഭവം, എന്താ പ്രശ്നം, എന്താ? നല്ല തണുപ്പാണ്, മഴയുണ്ട്, ബാറ്ററി വീക്ക് ആയിരിക്കും, വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇപ്പൊ സ്റ്റാർട്ടായി, എടുത്തോണ്ട് പോ. സ്റ്റാർട്ടായതല്ല, ഞാൻ ആവാഹിച്ചെടുത്തതാ. നിന്റെ കാഴ്ച ഞാൻ നശിപ്പിച്ചിട്ടും നീ അഭ്യാസവും കളരിയും മറക്കാതെ വീണ്ടും വന്നിരിക്കുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? നീണ്ട 16 വർഷം. 16 32 ഒറ്റടിക്ക് പറഞ്ഞാ പോരെ? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഫ്ലോ കിട്ടത്തില്ല. എന്റെ നെറ്റി പൊട്ടി ചോരയിഴങ്ങിയ പുഴക്കരയിലെ മണ്ണുമായി. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അതിനല്ല നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയത്. ഞാനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിച്ചിട്ടില്ല. തരില്ല കൂടെ, ഞാൻ തരില്ല. എന്റെ ചാത്തനെ താടാ. അല്ല, അതെ, നിങ്ങൾ ആരാ ഒന്ന് പറ. ആരാന്ന് മനസ്സിലായിട്ടില്ലെന്ന് ഇതുവരെ. ഞാൻ അപ്പൻ തമ്പുരാൻ. എപ്പം തമ്പുരാൻ? എപ്പനല്ല, അപ്പൻ തമ്പുരാൻ. എന്റെ അപ്പനും തമ്പുരാനായിരുന്നു, ഞാനും തമ്പുരാനായിരുന്നു. അല്ല, നമ്മളാരാ മനസ്സിലായില്ല. ഞാനൊരു സ്വാത്തികൻ. ഓ, പേരെന്താ? പേര് ഡിസംബറൻ. ഡിസംബറിനോ? അതൊരു മാസമല്ലേ? പേര് ദിഗംബരൻ. ഞങ്ങള് ദിഗംബരൻ നിങ്ങൾക്ക് മനസ്സിലാവൂല. മനസ്സിലായി. ഈ കാലഘട്ടത്തിലാണ് ഞങ്ങളിവിടെ വന്നിരുന്നെങ്കിൽ തിയേറ്ററിൽ 100 കോടി ക്ലബ്ബിൽ ഞങ്ങൾ കയറിയാണ്. മനസ്സിലായി, കുറച്ച് കഴിഞ്ഞുപോയി വന്നിട്ട്. അല്ല, ഇപ്പൊ എന്താ ഇവിടെ, എന്താ പ്രശ്നം? ഇവിടെ വന്നതിന്റെ ഉദ്ദേശമുണ്ട്. ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്റെ ചാത്തന്മാർ എന്നെ കൊണ്ടുവരും, എന്റെ ചാത്തന്മാർ അവരെ കൊണ്ടുവരുന്നു പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ. എന്റെ ഈ ചാത്തനെ ഈ നിൽക്കുന്ന ദിവംഗരൻ കട്ടോണ്ട് പോയി. ഞാനത് പിടിക്കും. താനാ എന്റെ ചാത്തനെ. ചാത്തനെ വിട്ടു തന്നെ പ്രശ്നമില്ല. ചാത്തനെ ഞാൻ കൊടുക്കൂല. ചാത്തനെ മിസ്യൂസ് ചെയ്തു. അല്ല, അത് മോശമല്ലേ? അദ്ദേഹത്തിന്റെ കൊടുക്കത്. അല്ലല്ല, അത് കൊടുക്കൂല. ചാത്തനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് അറിയാമോ? അല്ല, നിങ്ങൾക്ക് ചാത്തനുള്ളതല്ലേ സ്വന്തമായിട്ട്? എനിക്ക് ചാത്തനുണ്ടെന്ന് കാര്യമില്ല, ഞാനിത് എടുത്തു. അവനെ ഞാൻ എന്ത് ചെയ്യണം പറ. ഇവനെ ചാത്തനെ കൊണ്ട് എന്തൊക്കെ പരിപാടി ചെയ്യിക്കണം അറിയാമോ? എന്ത് ചെയ്തു? രാവിലെ 10 മണിയാകുമ്പോൾ ബ്യൂറേജ് വിടും. എന്നിട്ട് ചാത്തൻ സാധനം മേടിപ്പിക്കും, അച്ചാർ മേടിപ്പിക്കും.
എന്നിട്ട് പാവത്തിനെ കൊണ്ട് വീറേന്റെ പുറകിൽ നിന്ന് അടിക്കും. ഇതൊക്കെയാണ് പുള്ളിയുടെ ജോലി. ആ ചാത്തനെ ഞാൻ കൊടുക്കൂല. ചാത്തനൊരു വിലയുണ്ട്, അത് ഞാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ പന്ന വർത്താനം പറഞ്ഞ നിന്റെ ചെകളെ നോക്കി അടിയാൻ വെച്ചുതരും. നിനക്കറിയാവോ, ഞാൻ ചാത്തനെ പണിക്ക് വിട്ടിരുന്ന എനിക്ക് കൃത്യമായിട്ട് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ചുമ്മാ ഒന്നും അല്ല എന്റെ കൂടെ ചാത്താൻ വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ എന്നോട് കളിക്കാൻ നിൽക്കരുത്. എന്റെ ചാത്തന്മാരെ കൊണ്ട് ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നു ഇവിടെ. എന്റെ ചാത്തനെ താ. ഉള്ള കളിക്കല്ലേ എന്റെ ദിഗംബരന്മാരുടെ ഞാൻ നീ അല്ല അതെ, നിങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്ത്. ഒരു തീരുമാനവും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഏത് എന്റെ ചാത്തനെ എനിക്ക് വേണം, എനിക്ക് വേണം. എന്റെ ചാത്തനെ എനിക്ക് വേണം. അയ്യോ പോയില്ലേ? എവിടെ പോയി? നശിപ്പിച്ചു എന്റെ ചാത്തനെ. നിങ്ങള് വല്ല ആവശ്യമുള്ള കാര്യമാണോ ഇത്? എന്റെ തട്ടിപ്പറിച്ചാൽ എന്റെ ഈ മര്യാദയ്ക്ക് ഇരിക്കൂലായിരുന്നു ആ ചാത്തൻ. എന്ത് ചെയ്യുമെന്ന് പറ. ചാത്തൻ പോയാലോ ഇപ്പൊ എന്ത്? ചാത്തൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കൂല. നമ്മൾ മൊത്തം ഉപേക്ഷിച്ചാ മതി. പണിയെടുത്തൊന്നും പറ്റില്ല. ഒരു പണിക്ക് നടക്കൂല. എവിടെയാന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടു പോവാ. കാര്യം ചെയ്യാം, ഒരാഴ്ച കാലം ചാത്തൻ എന്റെ കൂടെ നിൽക്കട്ടെ, മറ്റേ ആഴ്ച എന്റെ കൂടെ നിൽക്കട്ടെ. ആരുടെ നോക്കിയിടാ അത്? എവിടെ ധാരണയില്ല, കാണാനുമില്ല. എവിടെ എന്റെ ചാത്തൻ? ചാത്ത ചാത്ത നിങ്ങൾ വല്ല മന്ത്രം വല്ലതും ചെയ്യില്ല, എന്നാലേ വരുള്ളൂ. പെട്ടെന്നാട്ടെ. ശകട ശകട ടിപിടി ടിപിടി പൊപ്പത്തം പൊപ്പത്തം. ഇവിടെ ഇവിടെ എന്റെ ചാത്തനെ ഞാൻ കണ്ടു. നമ്മള് 3 പേരല്ലേ ഉള്ളൂ. ഒരു സ്ട്രെസ് അല്ലേ നമ്മുടേത്. വൈകുന്നേരം 2 അടിക്കണേ നീ ഇല്ലാതെ പറ്റത്തില്ല. ഉണ്ടത് ഇവിടെ ഇല്ല. അങ്ങ് വരണോ? ഇല്ല ഇല്ല. അങ്കനമാ മൗലി മണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും അനുസരണ കെട്ടവളെ കൊല്ലണം. ഡബിൾ ചാത്തനാണെന്ന് തോന്നുന്നു. ഇങ്ങ ചളി അടിക്കത്. ഇങ്ങ ചളി അടിച്ചാ ഉന്നെ കൊല്ലുമേ ഞാൻ. കൊല്ലും. എന്റെ കൂടെ വരാനാ പറഞ്ഞത്. എന്റെ കൂടെ എന്റെ കൂടെ വാ. എന്റെ കൂടെ വരണം. സുഭദ്ര നിന്നെ നോക്കിയിരിക്കുക. ഇല്ല ഇല്ല. വരുന്നുണ്ടോ ഇല്ലേ? അതെ, മര്യാദ ചോദിക്കണം. ഈ കുടത്തിനകത്ത് കയറ്. ഇല്ല. കുടത്തിനകത്ത് കയറാൻ. വാ ഇങ്ങോട്ട്. ഇല്ല. അപ്പനാ വിളിക്കുന്നേ. അപ്പൻ അപ്പൻ അതെ. நீங்க அப்பன் தம்புரானா? இன்னைக்கு துர்காஷ்டமி. அப்பன் தம்புரானே, உங்களோட பேர் என்ன? திகம்பரன். கொன்னுடுமே, ரத்தம் குடிக்கணுமே, உங்கள நரம் அடிடுமே. എലീന, ശരിക്കും ചാത്തൻ കേറിയോ? അയ്യോ, കേറിയോ? പോയോ? എന്നാ പറ്റി? ഓക്കെ ഗൈസ്, ശരിക്കും ചാത്തൻ കേറിയതാണോ? നല്ല കൈഡ് തരുമായിരുന്നു. എന്റെ ഒരു പ്രകടനമായിരുന്നു എന്നുള്ളത് ഞാൻ പൊളിച്ച് അവര് പോയില്ലേ? അത് കലക്കി. അപ്പൊ ചാത്തൻ കേറിയില്ലേ? ഞാൻ പറയട്ടെ, ഇവിടെ സാധനം പൊട്ടുന്നു, അവര് ചാത്തന്മാരെ തപ്പുന്നു, അതിന്റെ ഇടയ്ക്ക് പിന്നെ ബഹളമാവും. ഞാൻ ഒറ്റയടിക്ക് ചാത്തന്റെ ദേഹത്ത് കയറി എന്നൊക്കെ പറഞ്ഞു. സിമ്പിൾ. അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുത്തു. രണ്ടുപേരും ഒഴിഞ്ഞുപോയി, വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ ഒരു സൂപ്പർ വിമൺ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള അഭിപ്രായം? ഞാൻ സത്യം പറയട്ടെ, നമ്മുടെ മുഹമ്മയുടെയും പാലാജോബിയില്ലേ, രണ്ടുപേരുടെ മുഖത്ത് ശരിയായ പേടി ഞാൻ ഇന്ന് കണ്ടു. അവർ ഓടിയതിന് ശരിക്കും കേറിയിട്ടാണോ എന്നുള്ള ഒരു ഡൗട്ടിൽ അവർ ഓടിയേക്കുന്നത്. അത്ര സ്പീഡിലാണ് അവർ എക്സിറ്റ് ആയത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇതിനു മുമ്പ് ഈ നാഗവല്ലി ആയിട്ട് അഭിനയിക്കാൻ വേറെ എവിടെയെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? ഒരു തവണ എന്റെ കോളേജില് ചെയ്തിട്ടുണ്ട്. അതായത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അന്ന് ഇത്രയും വിട്ട് നിന്നാ മതിയല്ലോ. ഞാൻ ചോദിക്കുന്ന ഓഡിയൻസ് എല്ലാം പേടിച്ചോടി പോയോ? ഇല്ല, അവർക്ക് അറിയില്ലല്ലോ. കന്നഡികളും കാര്യങ്ങളും ആയതുകൊണ്ട് അവർക്ക് നമ്മുടെ മലയാളത്തിന്റെ നാഗവല്ലിനെ അറിയില്ല.
ചന്ദ്രമുഖി ബാക്കി ഭാഷകളിലേക്ക് അറിയാം. അല്ല ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കേറിയില്ലേ, ആ. ഇവിടുത്തേത് ഞങ്ങൾ ഈ സൈഡിലായതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ കേറി അങ്ങോട്ട് പോയല്ലോ, പോയപ്പോഴാണല്ലോ അവർ പേടിച്ചോടിയത്. അതിന്റെ ശരിയായിട്ടുള്ള റിയാക്ഷൻ നമുക്ക് കിട്ടിയില്ല. എന്തോന്നടാ ഇതൊക്കെ? അതൊന്നുകൂടെ ഒന്ന് അതെ ഇവിടെ അങ്ങോട്ട് പോകുന്ന ആ ഒരു നടത്തം ഉണ്ടല്ലോ, അത് നമുക്ക് മിസ്സായി. മിസ്സായി പോയി, ബാക്ക് ആയി പോയി. അതിനി കിട്ടുമെന്ന് എനിക്കറിയില്ല, അത് അപ്പൊ തോന്നിയതാ. പൊന്നോ, ഞാൻ പെട്ടു. അതെങ്ങനെയായിരുന്നു അന്നേരം face ചെറിയ സംശയം ചോദിച്ചോട്ടെ, എയർ കേട്ടുള്ള പരിപാടിയല്ല? അല്ലല്ല, മ്യൂസിക് ഒന്ന് ഇട്ട് കൊടുത്താലേ ഇങ്ങനെ ഒന്ന് വട്ടം കറങ്ങി ഞങ്ങൾക്ക് നേരെ വരുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് ഒന്നുകൂടെ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. സൗണ്ട് ഉണ്ടാവില്ല. സൗണ്ട് വേണ്ട, വേണ്ട, വേണ്ട. റിയാക്ഷനും ആ കണ്ണിന്റെ ആക്ഷനും ഒക്കെ തന്നെ മതി. നമ്മള് RR ഇട്ട് തരും. ഓക്കെ. മ്യൂസിക് അഭിനയിച്ചോണ്ടാ മതി. ആ അങ്കനമാ മൗലി മണി മുഖത്തിനെന്ത് പറ്റി? ചാരുശീലേ ഇങ്ങനെ പേടിക്കലടാ. മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴിക നൽകി ദേവി മാണിക്യവാസകർ. നമുക്കൊരു ബ്രേക്ക് പറഞ്ഞ് രക്ഷപ്പെട്ടാലോ? അതായിരിക്കും നല്ലത്. ഒരേ ആട്ടവും ഒരേ നടത്തവും. എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. നടന്നോളൂ കുട്ടി, ആവശ്യത്തിന് നടന്നോളൂ. ആവശ്യത്തിന് നടന്നോളൂ. അവിടെ ഉണ്ടാവും ഞാൻ. ഞങ്ങളൊരു ബ്രേക്ക് എടുത്തോട്ടെ? ആ. ഓക്കെ, അപ്പൊ ഒരു ബ്രേക്ക്. വെള്ളം വെള്ളം